അന്ന് ആ ആന്റി എന്നോട് പറഞ്ഞ കാര്യം എനിക്കറിയാം. ഈ സാധനം നിന്റെ കൂടെ ഉണ്ട്, പക്ഷെ അധികം നാൾ നിൽക്കത്തില്ല. കാരണം നിന്റെ അമ്മയുടെ ആങ്ങളെയും അമ്മയുടെ അച്ഛനും നിന്റെ കൂടെ ഉണ്ടെന്ന് പറയും. അവരുടെ ഒരു പോസിറ്റീവ് ആ ഒരു സാധനം എന്റെ കൂട്ടത്തിലുള്ള. ഞാൻ വീട്ടിൽ വന്ന് രാഹുൽ ഇപ്പൊ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് വെച്ചാൽ അമ്മയുടെ അച്ഛൻ ഇരിക്കുമ്പോഴത്തെ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു. കട്ടിലേക്ക് ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കുന്നു അപ്പൊ പറഞ്ഞ അച്ഛൻ കട്ടിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഒരു കാലം എടുത്ത് അടി വെക്കും, മറ്റേ കാലം പൊക്കി വെക്കും, എന്നിട്ട് കൈ എടുത്ത് ഇങ്ങനെ ഇരിക്കുള്ളൂ. പത്രം വായിക്കാനാണെങ്കിലും ചോറിനാണെങ്കിലും അങ്ങനെ ഇങ്ങനെ ഇരുന്ന ചോറിനോളെന്ന് പറയും കൈ വെച്ചിട്ട്. ഈ നേരിലാണ് അവൻ കണ്ടത്, മറ്റേ നേരല്ല, കൊമ്പുള്ളതല്ല. ഈ നേരിലാണ് അവൻ കാണുന്നത്. കാരണം വേറൊരാള് കാലിന്റെ മുട്ടയിൽ കൈ വെച്ചിരിക്കുന്നതാണ് അവൻ കാണുന്നത്. ഞാൻ എന്തോ ചെയ്തോണ്ടിരിക്കുകയാണ് അവൻ പറയുന്നുണ്ട്, നീ വേറെ കാര്യം ചെയ്തോണ്ടിരിക്കുകയാണ്, പക്ഷെ നേരിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്റെ നേരിലല്ല, അനങ്ങുന്നില്ല. നേരിൽ അനങ്ങുന്നില്ല. എനിക്ക് നോക്കട്ടെ, നിന്റെ നേരിൽ ഞാൻ നോക്കട്ടെ. നോക്കണമല്ലോ. അല്ല, ഞാൻ എപ്പോഴും കട്ടിൽ ചെയ്താലും അമ്മ പറയുന്നത് എന്റെ അപ്പൻ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു പറയും. മിക്കപ്പോഴും അമ്മ പറയുന്നുണ്ട് എന്റെ അപ്പൻ ഇരിക്കുന്ന രീതിയിൽ ഇവരിപ്പോഴും പറയുന്നത് എന്റെ അപ്പനെ പോലെ തന്നെ നീ എപ്പോഴും ഇരിക്കുന്നു. അത് വാപ്പച്ചന്റെ ഒരു മാനരസം എന്നൊക്കെ പറയും. അതൊരു ഭയങ്കര സംഭവം. അത് എനിക്കും കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഇതായിപ്പോട്ടും. അന്നാവും മിണ്ടിയില്ല. അവനവിടെ കിളി പോയിരുന്നതാണ്. അന്നാവും മിണ്ടി. അവന് ഇച്ചിരി മൈൻഡ് ഉള്ളവനാ. അന്ന് പൊന്നമ്മയോട് പറഞ്ഞത് അവൻ പറയുന്നത്. അമ്മയോട് ഞാൻ ചോദിച്ചാൽ അമ്മയോട് അതന്നെ അമ്മ അങ്ങനെയെന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അത് നോക്കാൻ പോകണ്ടെന്ന് അമ്മ പറഞ്ഞു. അവനോട് പറഞ്ഞു അങ്ങനെ അവൻ പറഞ്ഞു എന്നോട്. ചോദിച്ചൊന്നും എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. അത് എന്നാ സംഭവം ഉണ്ടായിട്ട് അവൻ എന്നോട് പറഞ്ഞില്ല. അവൻ ഈയിടയ്ക്കാ പറയുന്നത് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിനക്ക് വേറെ നേരിലാന്നൊക്കെ എന്നോട് പറഞ്ഞു. നിനക്ക് വേറെ നേരിലൊക്കെ എന്നോട് പറഞ്ഞു. നിന്റെ കൂടെ എന്താ കൂടി ചാത്തൻ എന്നോട് അങ്ങനെയൊക്കെ അവൻ പറയുന്നത്. ഇതൊക്കെ ആരിലും വിശ്വസിക്കുമല്ലേ? വിശ്വസിക്കുന്നവര് വിശ്വസിക്കും, പക്ഷെ ഇതില് വിശ്വാസം ഉള്ളവരുണ്ടാ, അങ്ങനെയുള്ളവര് വിശ്വസിക്കും. നമ്മൾ ആരിലും അടിച്ചേൽപ്പിക്കത്തില്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്കല്ലാതെ നിന്റെ കൂട്ടർക്കൊക്കെ നിങ്ങൾക്കൊക്കെ അല്ലാതെ വേറെ ആർക്കും അറിയോ? ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എനിക്കറിയായിരുന്നു, കുറച്ചൊക്കെ എനിക്കറിയായിരുന്നു. ഞാൻ ആ കാര്യം പറഞ്ഞു നടക്കത്തില്ല. വേണ്ട, ആരും വിശ്വസിക്കണമല്ല. ഒരു അനുഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാരും വിശ്വസിക്കും. പിന്നെ ഈ വിശ്വാസമില്ല, ധൈര്യം ഉണ്ടെന്നൊക്കെ എല്ലാരും ഇപ്പം പറയുന്നവര് ഞങ്ങളൊന്നും കണ്ടില്ല, നീ പോകുന്നിടത്തെല്ലാം ഉണ്ട്. ഞാൻ എത്ര സ്ഥലത്ത് പോയിട്ടാ എനിക്ക് ഓരോ സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്നത്. എല്ലാ വീഡിയോന്നും നമ്മൾ ഇടുന്നുമില്ല. അങ്ങനെ എപ്പോഴും ഉണ്ടാവുന്നില്ല. ചുമ്മാ ഇറങ്ങി വീടിന്റെ വാതിക്കോട് ഇട്ടിടത്തോട്ട് പോയിട്ട് എനിക്ക് പ്രയത്തെ കാണുന്നവർ നടക്കത്തില്ല, നടക്കുന്ന കാര്യമല്ല. അന്നും സിംതേരി പോയാൽ പോലും ചിലപ്പോൾ കാണാൻ പറ്റില്ല. സിമിത്തേരി പോയി ഇരുന്നാലും കാണാൻ പറ്റത്തില്ല. ഞാൻ പ്രയത്തെ കണ്ടേ പറ്റുള്ളൂ. സിമിത്തേരി പോയിരുന്ന കാണാൻ പറ്റില്ല. സിമിത്തേരി എന്ന് പറഞ്ഞ മരിച്ചവരെ അടക്കം ചെയ്ത സ്ഥലമാണ്. അതിനകത്തുനിന്ന് ഒരു എയിന്റ് കുത്തിപ്പൊളിച്ച് എയിന്റ് വരും, അങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നുമില്ല. അതിനു വേണ്ടി തന്നെ എന്നാ പെട്ടത് ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ആ സാധനം കിട്ടും. കിട്ടും അത് നമ്മൾ ഉറപ്പായിട്ട് നോക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇടുന്ന എന്നെ കേട്ടെ, വീട്ടിലിരുന്നപ്പോ എന്നെ കേട്ടെ, കസേര അനക്കോളും കുഴപ്പമില്ലായിരുന്നു. കസേര വലിക്കാൻ സാധനം ഇപ്പൊ ഇവിടെ തന്നെ ഇരുന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് സൗണ്ട് പിന്നെ അപ്പറേ കാടാണ്, അറിയത്തില്ല. ഇതിനകത്ത് നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സാധനമുണ്ട്, ആത്മാവുണ്ടെന്ന് വിശ്വസിച്ചേ പറ്റുള്ളൂ. അല്ലെ പിന്നെ നിരീശ്വരവാദി ആയിരിക്കണം. നിരീശ്വരവാദിയാണല്ലോ അനുഭവം. അനുഭവം ഉള്ളവനായിരിക്കും മിണ്ടാത്തതാ. ധൈര്യമുള്ളവൻ ഇത്ര നാളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കണ്ടിട്ട് ആരോട് നിന്ന് പറയും ഞാൻ കണ്ടെന്ന് പറയൂ? പറയത്തില്ല. അവന്റെ അഭിമാനത്തെ മാനിക്കൂ. പ്രശ്നമാണ്. ശരി, നമ്മള് കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മൾ വിട്ടിരുന്നല്ലേ? കഴിഞ്ഞ ആഴ്ച അപ്പുറ സൈഡ് ഇന്നപ്പോഴത്തേക്കിനും ഫുൾ മൂൺ, അതിന്റെ എന്നെ റെഡ് മൂൺ വന്ന ദിവസം അല്ലേ? അന്ന് നീ പറയുകയും ചെയ്തല്ലോ എന്തോ പ്രത്യേകത ഉണ്ടെന്ന്. നേരെ മേളി. പക്ഷെ കൊറോണ കേട്ടായിരുന്നല്ലേ? കൊറോണ കേട്ടു. ആദ്യത്തെ തവണ നല്ലപോലെ കിട്ടും. അതും മേളൊരു ആരാധനാലയം നോക്കണം. അതെ, അവിടുന്ന് സൗണ്ട് കേട്ടെ. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴെങ്കിലും സമയം വരുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും കിട്ടും. അന്ന് എനിക്ക് കിട്ടിയ പോലെ കിട്ടും. നിനക്ക് കിട്ടിയ ഹൈ വോൾട്ടേജ് സാധനമായിരുന്നു. ഇവിടുന്ന് ഈ തല ഇത്രയും ഭാഗത്തു നിന്ന് ഇങ്ങനെ വളഞ്ഞൊരു സാധനം, രണ്ട് കൊമ്പ്, ചെറിയ കൊമ്പ്, ചെറുത്, വലുതൊന്നുമല്ല. ഇതിന്റെ ബാക്കി രൂപം എന്താ നമുക്ക് അറിയത്തില്ല. കാരണം ഇതിങ്ങനെ പൊങ്ങി വന്നോണ്ടിരിക്കുക. ബാക്കി രൂപം എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല സാധനം. ഈ രണ്ട് കൊമ്പ് കണ്ട് ഇങ്ങനെ വെളിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോ ചൂണ്ടയുടെ കൂട്ടത്തിലാ പൊങ്ങി. ഞാൻ വലിക്കുന്ന കൂട്ടത്തിലെ സാധനം വരുന്നേ.
ഞാൻ വലിക്കുന്ന കൂട്ട സാധനം വരുന്നു, വലിച്ചിങ്ങനെ എടുത്തു തിരിച്ചു വിട് നോക്കുമ്പോഴത്തേക്ക് ഈ സാധനം ഇങ്ങനെ പൊങ്ങി വരുമോ. അപ്പോഴേ പിടിക്കും, ഉണ്ടായി കളഞ്ഞിട്ട് അന്നേരം പിടിക്കും. പിടിക്കാൻ മീൻ പോലും ഞാൻ ഇട്ടിട്ട് വന്നു. ശിവനെ കൊണ്ട് ഓടുകയെന്നുള്ളു അന്നേരം. വെട്ടമല്ലേ, ഫുള്ള് വെട്ടമല്ലേ, വൈകുന്നേരം അല്ലേ ആയുള്ളൂ, ഓടാമല്ലോ. എല്ലായിടത്തും വെട്ടമല്ലേ, ഓടി. വീട്ടിൽ വരുമ്പോഴല്ലേ 8 മണി. അതെ, നിന്റെ മൈൻഡേ മാറ്റി കളഞ്ഞു. എന്റെ മൈൻഡേ മാറ്റി, മൈൻഡല്ല എന്നെ ഫുള്ളേ മാറ്റി കളഞ്ഞു. എന്റെ ചിന്തയും ചിന്തപ്പാടുകളും കാഴ്ചപ്പാടുകളും ഫുള്ള് മൊത്തത്തിൽ മാറ്റി കളഞ്ഞു. എന്തോ പറയണം, എനിക്കത് പറയുമ്പോ എനിക്കറിയാം, നിന്റെ മുഖം കാണുമ്പോൾ എനിക്കറിയാം. എന്തോ പോലെ ഇവന്റെ മുഖം ബ്ലറായിരിക്കും വീടിക്ക്. അത് ഞാൻ നിന്നോട് പറഞ്ഞു, നീ ഇത് പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല. ഞാനിത് എങ്ങനെ പറയും, ഞാൻ എപ്പോഴും ചോദിച്ചു ഞാൻ എങ്ങനെ പറയും. എന്നോട് ചോദിച്ച മൊത്തം എപ്പോഴും ഞാൻ ചോദിക്കുന്നു. നീ ഞാനിപ്പോ കുറെ നാളായി ഇവനോട് ഈ കാര്യം പറയുന്നത്. ഇവന് പറയണമെന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ പറയാം, എങ്ങനെ തുടങ്ങുന്ന തരത്തില്ല അവസ്ഥ. എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നല്ല എനിക്ക്. എങ്ങനെ തുടങ്ങിയ നമ്മൾ പിന്നെ ഓർത്തോർത്ത് പറഞ്ഞു പോകും. എവിടെ തുടങ്ങും, എന്ത് ചെയ്യും. പക്ഷെ ഇതിപ്പോ ഒന്നുകൂടി ചോദിച്ചാൽ ഇവന് ഇതുപോലെ തന്നെ പറയുന്നു. കള്ളത്തരാന്ന് ആരും പറയത്തില്ല, അല്ലേ? കള്ളത്തരല്ലോ, സത്യം അതാരും പറയത്തില്ല. ആ സമയത്ത് എന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാം എന്റെ അവസ്ഥ എന്താന്ന്. അന്ന് കുറെ നടന്നു, എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും കുറെ എന്നെ കൊണ്ട് നടന്നു. കുറെ ആ 2 വർഷം അവർ എന്നെ കൊണ്ട് നല്ലപോലെ അനുഭവിച്ചു ഈ സംഭവം കാരണം അസുഖമാണെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ചികിത്സിച്ചെങ്കിലും മാറ്റാം. ഇതെന്താന്ന് പറഞ്ഞോണ്ടോ, എന്നെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളില്ല, പോകാത്ത വിശ്വാസങ്ങളില്ല, എല്ലായിടത്തും കൊണ്ടുപോയിട്ടുണ്ട്. ഇതെങ്ങനെങ്കിലും ഒന്ന് പോയാൽ മതി എന്ന് മാത്രമേ ഉള്ളായിരുന്നു അവർക്ക്. ഇപ്പോഴും എനിക്കറിയത്തില്ല പോയിട്ടുണ്ടോ. ഇപ്പൊ അന്യനാത്ത പോലെ ലാസ്റ്റത്തെ ഒരു കണ്ണി എന്തോ ഒരു കിടപ്പുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. കാരണം എനിക്ക് ഞാൻ പോകുന്നിടത്തല്ല എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ഞാൻ പിന്നെ ഇപ്പൊ മൈൻഡ് ചെയ്യാറില്ല. ആ ഒരു പേടി കഴിഞ്ഞ പിന്നെ എനിക്ക് സംഭവം അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് പേടിയില്ല, ഞാൻ പേടിക്കുന്നില്ല. പക്ഷെ ഇത് അടുത്ത് നിൽപ്പോണ്ടെന്നൊക്കെ എനിക്കറിയാം, എനിക്ക് പേടി വരുന്നില്ല. ഇത് ഉള്ളിൽ തട്ടി കിടക്കുന്നതാണെന്ന് അറിയത്തില്ല കേട്ടോ, ഇപ്പൊ അതിന്റെ ആയിരിക്കാം. പിന്നെ നിനക്ക് മറ്റേ മരിച്ച ആരന്റെ ഒക്കെ കാണാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. എടാ മറ്റേ മരിച്ചുപോയ അപ്പച്ചനെ അമ്മച്ചി ആരന്റെ ഒക്കെ കാണാൻ പറ്റും. അധികം പ്രാർത്ഥന ആന്റി തന്നെ പറഞ്ഞത്. അങ്ങനെ കുറെ കാര്യങ്ങൾ അന്ന് ഒരു ഈ കാര്യം പറഞ്ഞു, മറ്റേ ഈ അപ്പച്ചന്റെ അമ്മച്ചി മാമന്റെ കാര്യം പറഞ്ഞു. അവരിങ്ങോട്ട് പറഞ്ഞു. അവരിങ്ങോട്ട് പറഞ്ഞു, അവര് കണ്ണെടുത്ത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഒരു വിഷ്വൽ എഫക്ട് എനിക്ക് തന്നു. ഇങ്ങനെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുക, വീട് മനസ്സിൽ കാണാൻ പറഞ്ഞു. വീട് മനസ്സിൽ കണ്ടു. വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയും, നമ്മുടെ മൈൻഡ് അവര് കൺട്രോൾ ചെയ്യും. വീട് മനസ്സിൽ വീട്ടിനകത്ത് നിൽക്കുവാന്ന് മനസ്സിൽ കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് നടക്കുക, അങ്ങനെ രീതിക്ക് നടക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ്. വീട്ടിൽ നിന്ന് വാതിക്കോട്ട് ഇറങ്ങി നടന്നു പോകുന്നു. നടന്നു പോയി കുറച്ച് അങ്ങോട്ട് നിന്നു. അവിടെ അല്ല നിപ്പുണ്ടോന്ന് ചോദിച്ചു. ഒരാൾ നിപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരാൾ നിപ്പുണ്ട്. പിന്നെ നടക്കാൻ പറഞ്ഞു. നടന്നു. സ്കൂൾ ഓർക്കാൻ പറഞ്ഞു. സ്കൂളിന്റെ വാതിൽ അയാൾ നിപ്പുണ്ടോന്ന് ചോദിച്ചു. ഒരാൾ നിപ്പുണ്ട്. സ്കൂളിന്റെ വാതിൽ ഒരാൾ നിപ്പുണ്ട്. ഇതാറുന്നത് മോൻ കാണത്തില്ല. ഒരാൾ നിപ്പുണ്ട്. സ്കൂളിന്റെ വാതിൽ ഒരാൾ നിപ്പുണ്ട്. 2 പേരായി. 2 പേരും അവിടെ നിൽക്കുക. ഇനി നേരെ ഇങ്ങനെ നിന്നിട്ട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കും. പുറകിൽ ആയാലും ഉണ്ടോന്ന് ചോദിച്ചു. പുറകിൽ 2 പേരുണ്ട്. പുറകെ 2 പേരുണ്ട്. അപ്പോഴാണ് പറഞ്ഞു, ഈ പുറകിലുള്ള ആളാണ് അപ്പച്ചനും മാമനും ഹെൽപ്പിങ്. ഇവർ 2 കൂടെ ഉള്ളതെന്ന് പറഞ്ഞു. ഇവർ 2 കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ സാധനം അധികം നാൾ നിൽക്കാൻ സാധ്യതയില്ല എന്നവർ പറഞ്ഞു. അതുപോലെ തന്നെ അവർ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഓക്കെ ആയി, ശരിയായി, അങ്ങനെ പോകാനൊക്കെ തുടങ്ങിയത്. ആ സ്കൂളിൽ പോയി കഴിഞ്ഞ് പിന്നെ ഈ സംഭവങ്ങളെ കുറിച്ചൊക്കെ പതിയെ മറക്കാൻ തുടങ്ങി. പിന്നെ ഓക്കെ ആയി എന്ന് വേണം പറയാൻ. അതൊക്കെയാണ് അനുഭവങ്ങൾ. ഇപ്പോഴും എന്റെ ഒരു എന്നാ പറഞ്ഞ ഓവറായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്ക് ഇവർക്ക് പേടിയാണ്, കൈവിട്ട് പോകുന്നൊരു പേടിയുണ്ട്. അപ്പോഴേ മറ്റേ ആന്റീനെ വിളിക്കും, പ്രാർത്ഥനയാണ്. ഇപ്പോഴും വിളിക്കും. കാരണം എന്റെ ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ ഒരാളവരാ. നമുക്ക് ഈ കാര്യത്തിൽ വിശ്വാസങ്ങളില്ല. നമ്മുടെ വിശ്വാസവും അവരുടെ വിശ്വാസവും ഒന്നുമില്ല. എല്ലായിടത്തും പോയിട്ടുണ്ട് കേട്ടോ, എല്ലായിടത്തും. സാഹചര്യം അങ്ങനെ വരുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. എല്ലായിടത്തും പോയി. അമ്പലത്തിലും പോയിട്ടുണ്ട്. ഈ മുസ്ലിം മതവിശ്വാസത്തിലൊരു
ആളെ ഇന്നൊരാളെ ഇന്ന് പറയുമല്ലോ, പിന്നെ ആളുടെ അടുത്തും പോയിട്ടുണ്ട്. കാരണം എവിടെ പോയാൽ മാറുമെന്ന് നമുക്ക് അറിയത്തില്ല. എന്നെ കൊണ്ട് പോകുന്ന സ്ഥലങ്ങളില്ല. ഈ സംഭവം ഈ പേടി തട്ടിക്കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് പോകാത്ത ഒരു സ്ഥലങ്ങളുമില്ല. എവിടെ പോയാ ഇവരുടെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ വിശ്വാസമല്ല, മാറി കിട്ടിയാൽ മതി. ഇവർക്കാവ് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയതാണ്. കുറെ നടന്നിട്ടുണ്ട് എന്നെ കൊണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു അനുഭവം അല്ലേ? കിളിപോയ അനുഭവങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ വിശ്വസിക്കുമ്പോ നമുക്ക് ഈ സംഭവം എന്നെ സ്തംഭിപ്പിച്ച സംഭവമാണ് മറ്റേ ആ കുളമ്പടി ശബ്ദം. അതെന്നെ ശരിക്കും സ്തംഭിപ്പിച്ചു കളഞ്ഞു. നിന്നുപോയി ഞാൻ. അത് ശരിക്കും മറ്റേ വരത്തുപോക്കാണ്, അതിന്റെ സംശയമൊന്നുമില്ല, വരത്തുപോക്ക് തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സംഭവം അനുഭവിക്കുന്നത്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് പോയി അടിക്കും. സാധാരണ തീവോളം പോലെയൊക്കെയാണ് വരുന്നത്. ഇതിന്റെ അടുത്ത് പോയി അവരെ അടിച്ചിടും എന്നൊക്കെ നമ്മള് പണ്ട് പോലെ കേട്ടിട്ടുള്ള കഥകളാണത്. പക്ഷെ അത് അനുഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ഫീൽ ആയിപ്പോയി. ഫ്രണ്ടിൽ കൂടെ പോവല്ലേ, വഴിക്കൂടെ ഇങ്ങനെ പോവല്ലേ, ശബ്ദം മാത്രം, ഒരു ശബ്ദം മാത്രം നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വേറെ ഒച്ചയൊന്നുമില്ല. ഒരു പട്ടി കുറച്ച് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പട്ടി കുറച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പട്ടിയില്ല. എന്ത് നമുക്ക് തോന്നും? നിനക്ക് പണ്ട് കിട്ടിയതിന്റെ ഒരു അത്രയും വലിയ സംഭവം അനുഭവിച്ചൊരാൾക്ക് ഇതൊരു ചെറിയ സംഭവമാണ്. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഞാൻ ഇതൊക്കെ കാണുന്നത്, അബ്നോർമലുള്ള കാര്യങ്ങൾ കാണുന്നത്. അപ്പൊ നിനക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട് എന്ന് വേണേ പറയാം. ചിലർക്ക് അങ്ങനെ ഉണ്ടോ? പക്ഷെ ആ സംഭവം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പേ എനിക്ക് ഇത് ഫീൽ ചെയ്തില്ല. അതിന് മുമ്പ് ഫീൽ ചെയ്യത്തില്ല. കാരണം നമ്മളെ കേട്ടറിവേ ഉള്ളൂ. പ്രായം ഇല്ലല്ലോ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമൊന്നുമില്ലല്ലോ ആ സമയത്ത്. അന്നൊക്കെ കേട്ടറിവേ ഉള്ളൂ. അവിടെ പോരുത്, അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയി ശരിയല്ല, രാത്രി സന്ധ്യ കഴിഞ്ഞ് അങ്ങോട്ട് പോരുത്, ശരിയല്ല, അത് വേറെ ദോഷമാണ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. നമ്മൾ ആദ്യമായിട്ടാണ് അത് അനുഭവിച്ചറിയുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നിർത്തിയ വിഷയം ഇതാണ്. കുറച്ചു നേരത്തേക്ക് നിന്നുപോയി. മനസ്സിലായി. നീ അത് പറഞ്ഞപ്പോഴേ ഞാൻ വിഷ്വലൈസ് ചെയ്ത്. അതൊക്കെ ഉണ്ട്. വീലൊക്കെ കറങ്ങുന്നത്, ആ സാധനം കറങ്ങി പോകുന്ന ഇത് ഓടും സൗണ്ട്. രാമന്റെ അമ്പലമാണ്, ശ്രീരാമനല്ലേ മറ്റേ കുതിരപ്പുറത്ത്. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വീല് കറങ്ങുന്നത്, ഇത് ഓടുന്ന സൗണ്ട് കറക്റ്റ് കേൾക്കാം. വണ്ടി കൂടെ ഒരു കുതിര ഓടി പോകുന്ന എങ്ങനെ ഒരു കുതിര ഓടി പോകുന്നു, ഒരു കുതിര ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് എങ്ങനെ പോകുന്നു, അങ്ങനെ ഈ സാധനം പോവാണ്. മണി അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആഗ്രഹിച്ചു കേട്ടോ, മറ്റേ ഇതിനിട്ട് അടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതുകൂടെ കേട്ടിരുന്നെങ്കിൽ ഒന്നുകൂടെ എഫക്ട് ആയേനെ എന്ന് ഞാൻ പിന്നെ ചിന്തിച്ചു കേട്ടോ. അടിക്കാതെ വിടുന്ന കുതിരയായിരിക്കും ഇത്. നേരിട്ട് അമ്പലത്തിലോട്ട് പോവാണെങ്കിലും എനിക്ക് നേരിട്ട് അമ്പലത്തിലോട്ട് പോകാൻ നമുക്ക് ഉറപ്പിക്കും. ഇത് നേരെ വരത്തുപോക്ക് നേരെ അങ്ങനെ അമ്പലത്തിലോട്ട് പോവാന്ന്. പക്ഷെ ഇത് കോളനിക്കത്തോട്ടോ പോകുന്നത്. കോളനിക്കത്തോട്ട്. അതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് നേരെ ഇവിടുന്ന് കവലയിന്ന് വരുന്നു, ഈ കവലയിന്ന് വരുന്നു. കോളനിക്ക് എത്ര പോയാലും കോളനിയുടെ അകത്തല്ലേ അമ്പലത്തിന്റെ പുറഭാഗം. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് മതിലുകളൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ വേറെ കാര്യമുണ്ടോ, അതിനു മുമ്പ് കോളനിക്ക് താമസിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ രാത്രിയിലൊക്കെ കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ആ സംഭവം കേട്ടിട്ടില്ല. നിങ്ങൾ അവിടെ താമസിച്ചല്ലേ, മറ്റേ വില്ല പോലത്തെ അത് താമസിച്ചല്ലേ. അന്ന് രാത്രിയിലൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷെ അന്നൊന്നും ആ സംഭവം കണ്ടിട്ടില്ല. അന്ന് അങ്ങനൊരു സംഭവം 1-2 വർഷം അവിടെ താമസിച്ചല്ലേ. രാത്രിയിലെല്ലാം അവിടെ വഴി പോയിരിക്കുമായിരുന്നു. ഞങ്ങൾ 3 പേര് അവിടെ രാത്രി ഒരു സ്ഥിരം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അതിന് സമയം, അതാണ് ഞാൻ പറഞ്ഞ സമയം. ഞാൻ എന്നെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോ കാണിച്ചു കണ്ടു. നീ ഒറ്റയ്ക്ക് ഒരിടത്ത് പോയിരുന്നു പോയിട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും. അത് കിട്ടും. പലതവണ എനിക്ക് അനുഭവം കേട്ടോ. ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് എനിക്ക് പോയി കഴിഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്നതായിട്ടും എന്റെ അടുത്ത് വരുന്നതായിട്ടും നടക്കുന്നതായിട്ടും എനിക്ക് എല്ലാം അറിയാൻ പറ്റും. ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. ഇത് ഉള്ളിലുണ്ട് കുറെ സൗണ്ട് ഇടാ. തിരിഞ്ഞു പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കത്തില്ല. തിരിഞ്ഞു നോക്കുമ്പോ ആ സാധനമാണെങ്കിലോ എന്നോർത്തോട്ടാട്ടോ. ഞാൻ പണ്ട് കണ്ട സാധനമാണെങ്കിലോ, അതിന്റെ ബാക്കി രൂപമാണെങ്കിലോ, ബാക്കിയെ കണ്ടിട്ടില്ല. എന്താന്ന് കണ്ടിരുന്നെങ്കിലോ മനസ്സിന്ന് പോകത്തില്ല. ബാക്കി കൂടെ കണ്ടിരുന്ന മനസ്സിൽ നിന്ന് പോകത്തില്ല. ഞാൻ ചിലപ്പോ അങ്ങനെ ചിന്തിക്കും, ഈ ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോഴേ ഇതിന്റെ ബാക്കിയാണോ വരുന്നതാണ്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഈ ബാക്കി രൂപമാണെങ്കിലോ
എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. ഇതിന്റെ ബാക്കിയൊന്നും ഇനി വരത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്റെ അടുത്ത് വന്നാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കളർ വല്ലതും ഉണ്ടായിരുന്നു? കളറുണ്ട്, ചുമല കളറാണ്. ചുമലയോ? ചുമല കളറാണ്. സത്യം പറഞ്ഞാൽ ഈ മറ്റേ ഈ ലൂസിഫർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഈ കൊമ്പ് വരുന്നത്. അത് റെഡ് കളറില. നമ്മളിപ്പം ഗൂഗിളിൽ ചുമ്മാ ലൂസിഫറിന് സെർച്ച് ചെയ്താലും റെഡ് കളറിലേ കാണിക്കത്തുള്ളൂ. അപ്പൊ ഈ റെഡ് കളർ ശരിക്കും ഉള്ളതായിരിക്കും. അതോ നീ ഇതിനു മുന്നേ റെഡ് കളർ ഇങ്ങനെ ഉണ്ടെന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ? അത് നീ വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ? അല്ല, ഞാൻ വിഷ്വലൈസ് ചെയ്തല്ല. അതിനുള്ള പ്രായം ഇല്ല. വിഷ്വലൈസ് ചെയ്തല്ല, ഇത് കണ്ടതാ. ഇത്രയും കണ്ടോണ്ട് നീ രക്ഷപ്പെട്ടു ഓടി. ഇത് ഞാൻ കണ്ടതാ. ഇപ്പൊ നീ പറഞ്ഞ ലൂസിഫർ എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് ലൂസിഫർ എന്നൊക്കെ എന്നാ നോക്കരുത്. നമുക്കിപ്പോ ആകെ ലൂസിഫർ സിനിമ മാത്രമേ അറിയത്തുള്ളൂ. സിനിമ കണ്ടതിന് ശേഷമാണ് ലൂസിഫർ എന്നൊക്കെ പറഞ്ഞൊരു മാലാഖ ഉണ്ടെന്നൊക്കെ അറിയുന്നത്. നമ്മള് എന്നാ പറയാ, വേദോളം പഠിച്ചപ്പോൾ നമ്മൾ ഇതിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. നമ്മൾ കണ്ടേക്കുന്ന പറയുന്ന സംഭവത്തിന് ഈ ഒരു ഇതാണ് കൊടുക്കുന്നത്. മാലാഖമാരെങ്ങനെ വെളുത്ത രണ്ട് ചെറുള്ള അങ്ങനെയുള്ള ഒരു വെള്ള ഉടുപ്പ്, സമാധാനത്തിന് രണ്ട് വെള്ള പ്രാവളാണ് നമ്മൾ കണ്ടേക്കുന്നത് മാലാഖമാരെ. അല്ലാതെ ഇങ്ങനത്തെ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ചെറുപ്പത്തിലൊന്നും. നീ പഠിച്ചിട്ടുണ്ടോ? ഞാനും പഠിച്ചിട്ടില്ല. അന്നൊന്നും ഈ എന്നാ ലൂസിഫറോ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തൊന്നുമില്ല. അന്നൊന്നും നമുക്ക് ഒറ്റ വാക്കുള്ളൂ, ചെറുത്തായി. പിശാച്. വേറൊന്നും ഇതൊന്നും കണ്ടില്ലായിരുന്നെങ്കിൽ എന്നാ പറയാ, ചിലപ്പോ ആൾക്കാർ പറഞ്ഞു അത് കഴുന്നെങ്കിലും പറഞ്ഞു. ഇത് ഞാൻ സംഭവം കണ്ടു. കൊമ്പ് കണ്ടു. എന്തായാലും ഒരു കഴുന്ന കൊമ്പ് വെച്ചോണ്ട് വരത്തില്ല. അതെ, കഴുന്നയ്ക്ക് കൊമ്പും ഇല്ല. കൊള്ളാം. ഇത്രയല്ലേ ഉള്ളൂ? അയ്യോ, എത്ര ആളുടെ നിന്റെ ചോദിക്കുന്നത്? നിന്റെ ഒരു ഇതല്ലേടാ, നിന്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് കിടക്കുന്ന സാധനം. അതെ, ഇതൊരു റിയൽ സംഭവം. ഇത് ഞാൻ പറയുമ്പോ ആൾക്കാരെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. മനസ്സിലായത് എനിക്ക്? നമുക്ക് ഒന്നാമത്തെ കാര്യം മലയാളികളാ. ഇവരുടെ അടുത്ത് ഈ നമ്മൾ എന്താ ഇപ്പൊ എന്നോടാന്ന് വെച്ചു ഒരുത്തം വന്ന് ഇതുപോലൊക്കെ പറഞ്ഞാൽ ഞാൻ പകുതി മേലിലെ വിശ്വസിക്കത്തുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ അടുത്ത് എന്റെ അത്രയും പോലും മേലില്ലാത്തവർ ഒട്ടും വിശ്വസിക്കത്തില്ല. അങ്ങനെ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അവൻ പറഞ്ഞു ഉണ്ടാവും. അവൻ അത് അനുഭവപ്പെട്ടിട്ടില്ല. അവൻ പറഞ്ഞു, അവൻ പറഞ്ഞ കാര്യം അടച്ചു പറയും. അവനെ തുറന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ഞാൻ ഇങ്ങനൊന്നും കണ്ടിട്ടില്ല. ഇത് ഞാൻ കാണാത്തടത്തോളം കാലം ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് അവൻ പറഞ്ഞു. പക്ഷെ അവൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെയാണ് ഈ സംഭവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇത് കാണാത്തടത്തോളം കാലം എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ പറയുന്നേ, പിന്നെ ഉറപ്പുണ്ട് ഉറപ്പുമില്ല, അങ്ങനെ രണ്ട് വർത്തമാനം പറയുമോ? കാരണം അവൻ കണ്ടിട്ടില്ലായിരിക്കും, ഇത് കണ്ടിട്ടില്ലായിരിക്കും, കാണാത്ത കാണിക്കും. അതുകൊണ്ട് അവന് വിശ്വാസമില്ല. എന്തെങ്കിലും കാണും, എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം കിട്ടും. ഒരു നമ്മുടെ മനസ്സിലെ തോന്നലാണെങ്കിൽ പോലും അത് ഉണ്ടാവാത്ത ഒരു മനുഷ്യനും ഇല്ല. ചിലപ്പോ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും, ഞാൻ നോർമൽ ഒരാളാണ്, നടക്കുമ്പോൾ ശബ്ദം കിട്ടും, അതെന്റെ മനസ്സിൽ തോന്നല എന്ന് പറയാൻ നടക്കും. ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കും അത് അങ്ങനൊന്നും ഇല്ലെന്ന്. ഞാൻ എന്റെ മനസ്സിൽ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അങ്ങനൊന്നും ഇല്ല, ഇതൊക്കെ ചുമ്മാ മിത്താന്നൊക്കെ ചുമ്മാ പറഞ്ഞങ്ങ് ഞാൻ വരുത്തുകയാണ്. എന്നെ തന്നെ വിശ്വസിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞ് വരുത്തുന്നല്ല, ഞാൻ എന്നെ തന്നെ പറഞ്ഞു അതൊന്നും ചുമ്മാ എന്റെ മനസ്സിൽ തോന്നുന്നു. പക്ഷെ അന്ന് എനിക്ക് അതിനുപോലുള്ള അറിവില്ല, കപ്പാസിറ്റി കിട്ടിയില്ല. ഇതിനുള്ള എന്റെ മനസ്സിന്റെ തോന്നലാണെന്ന് വിശ്വസിക്കാൻ പോലുള്ള ചിന്ത എനിക്ക് വന്നില്ല. അവിടെ എന്റെ മനസ്സിൽ ഒറ്റ ചിന്ത ഓടി കയ്യിന്ന് പോയൊരു സംഭവം. നിന്റെ ആഗ്രഹം കിട്ടണ്ട കിട്ടിയ കണ്ടന്റ് അങ്ങനെ കണ്ടന്റ് ആക്കുന്നതല്ലടാ, അതൊരു അനുഭവം. ഇങ്ങനൊരു സംഭവം ഉണ്ട്. നമ്മൾ ഇങ്ങനെ ക്യാമറയും പൊക്കി പിടി നോക്കുമ്പോ നമ്മക്കിട്ട് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. ഞാനും പറഞ്ഞു ഇത്ര നാളും ചോദിച്ചിട്ട് പറയാൻ പഠിച്ചതിന്റെ കാര്യം ആൾക്കാരെങ്ങനെ വിശ്വസിക്കും എന്നുള്ളൊരു. ഇതിനകത്ത് തന്നെ നെഗറ്റീവ് കമന്റും വരും, പോസിറ്റീവ് കമന്റും വരും. വിശ്വാസമുള്ളവർ വിശ്വസിക്കും. ആൾക്കാരെടുക്കും, എങ്ങനെ എടുക്കും, അവരെങ്ങനെ ചിന്തിക്കുന്ന ഒരു തോന്നലൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അനുഭവിച്ചെനിക്ക് അതെ എനിക്ക് ഞാൻ നീ ചോദിച്ചതിനോട് പോകുമ്പോഴത്തേക്കൊക്കെ എനിക്ക് തോന്നലുണ്ട് നിന്നോട് ഇത് പറയണം നീ പറഞ്ഞ പോലെ നിന്നോട് പറയണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് എങ്ങനെ തുടങ്ങും
എന്നൊരു വിചാരമുണ്ട്. അപ്പോഴും എന്റെ മനസ്സിനെ സമ്മതിക്കുന്നില്ല പറയാനായിട്ട്. ഭയങ്കര ടീച്ചർ. നമുക്ക് പകല് വേണം അവിടെ പോയി നോക്കിയാലോ. പകല് ഈ സ്ഥലം കാണിച്ചു തന്നാ മതി. ഞങ്ങള് പോയ സ്ഥലമാണോ എന്ന് എനിക്കൊന്ന് അറിയണം. മറ്റേ മീനെ കണ്ടേ. പകല് ഞങ്ങൾ കാണിക്കും. അത് നാളെ പോകുമ്പോഴത്തേക്കിനെ പകല് വേണമെന്ന് പോയി ഷൂട്ട് ചെയ്യാം. നാളെ പോകുമ്പോഴത്തേക്ക് പോലെ പോകുന്നു. പകല് പോയി നോക്കാം. പിന്നെ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേട്ടാണെങ്കിലും പോകാമല്ലോ. ബാക്കി വരുന്നത് കൊമ്പിന്റെ ബാക്കി കാണാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ചിലപ്പോ എന്നെ കൊണ്ട് പോകുമ്പോൾ കാണാൻ പറ്റിയല്ലോ. അത് ശരിയാ. പകല് പോകുമ്പോ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് വരുന്നെങ്കിലും. നിനക്ക് കുഴപ്പമുണ്ടോ? എനിക്കോ? പകല് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അതിലെ പോയിട്ടുണ്ട്. പകല് കേട്ടോ. അവിടെ ഒരുത്തന്റെ വീടില്ലേടാ, എന്നാ ഒരു കല്യാണം നടന്നേ. അത് കഴിഞ്ഞും പോകണ്ട, അങ്ങ് പോകണ്ട. അത് തന്നെ. എന്നാ അത് ഞാൻ പറഞ്ഞ സ്ഥലം തന്നെയാ. വീടൊക്കെ കഴിഞ്ഞു പോകണം. വീട് കഴിഞ്ഞു അങ്ങ് പോണം. ആ വളവ് കഴിഞ്ഞ് അങ്ങൊരു അറ്റത്തൊരു വളവുണ്ട്. കഴിഞ്ഞല്ലേ പോകുന്നത്. ഒരു മൂന്നും കൂടുന്ന സ്ഥലം. മൂന്നും കൂടുന്ന ഒരു മുക്ക്. അത് അതായത് വെള്ളത്തിന്റെ അവിടുന്ന് തോട് വരുന്നു, ഇവിടുന്ന് തോട് വരുന്നു, ഇങ്ങനെ തോട് പോകുന്നു. 3 തോട് ചേരുന്ന ഒരു സ്ഥലമാണത്. ആ വളം അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്കിയോ. അവിടെ വരെ നമുക്ക് പ്രശ്നമില്ല. അവിടെ വരെ നമുക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ സ്ഥലമാണോ നമുക്ക് പോകുമ്പോ നോക്കാം. പകല് പോകുമ്പോ പ്രശ്നമില്ല. നീ സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഒന്ന് പോയി നോക്കും. ചുമ്മാ നോക്കുമ്പോൾ പോയി നോക്കാം എന്താ ഫീൽ ചെയ്യുന്നു. അതെ അതെ. എന്നാ ഞങ്ങൾ അവിടെ തന്നെയാടാ പോയത്. ഈ സ്ഥലം ഈ 3 കൂടെ സ്ഥലം കഴിഞ്ഞ് ഞങ്ങള് പിന്നെയും പോയി. അപ്പൊ അത് തന്നെയാ സംഭവം. ഇപ്പോഴും ഞാൻ മറ്റേ ലോഡിങ്ങിനൊക്കെ പൊക്കോണ്ട സമയത്ത് അവിടെ നെല്ലിന്റെ കൊയ്ത്തല്ലേ, കൊയ്ത്ത സമയത്ത് അവിടെ നെല്ല് എടുക്കുമല്ലോ. അപ്പൊ അവിടെ ലോഡിങ്ങിന് ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് എനിക്ക് ആ സ്ഥലം കാണുമ്പോഴത്തേക്ക് ഈ ചിന്ത എനിക്ക് അന്ന് മറക്കത്തില്ല. ഞാൻ അവിടെ കുറച്ചു നേരം നിന്നിട്ടുണ്ട്. ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് അങ്ങോട്ട് തന്നെ. പകലാണ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ലോഡിങ്ങിന് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആ വെള്ളത്തിൽ തന്നെ അവിടെ തന്നെ ആ സ്പോട്ടിൽ തന്നെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട് കുറച്ചു നേരം. എന്നെ ഇപ്പോഴും അവിടെ പതിലെ പോകുമ്പോഴത്തേക്ക് എന്നെ എന്തോ അവിടെ പിടിച്ചു നിർത്തും. ഈ പ്രാർത്ഥനയുടെ ഒക്കെ പവർ ഉണ്ടായിരിക്കും. അല്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ശരിയായത് അല്ലേ. അത് എന്റെ വീട്ടിൽ എന്നും പ്രാർത്ഥനയായിരുന്നു. അപ്പൊ എന്നാണ് വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യട്ടെ. നീ അരമണിക്കൂർ ഈ കോള് വന്നു കഴിഞ്ഞ് ഈ വീഡിയോ 28 മിനിറ്റ് 29 മിനിറ്റ് ആയി. മറ്റേതാണ്ട് എത്രയാണെന്ന് അറിയത്തില്ല. ഓർമ്മ വന്നാ ഇത് വലിച്ചു ഞെട്ടിക്കഴിഞ്ഞാൽ കുറെ കാണും. സംസാരിച്ചൊക്കെ ഇരുന്നോട് എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി. ഇതിപ്പോ പെട്ടെന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് പറഞ്ഞായിരുന്നു. ഇതിപ്പോ നീ നിർബന്ധിച്ചോടല്ലേ ഇപ്പൊ ഇത്ര പറഞ്ഞു. നീ വീഡിയോ എടുക്കാതെ നീ പോകത്തില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് സംഭവം. ഇനിയും കാണും. ഓർത്തെടുത്താ ഇനിയും കാണും ഉണ്ടായ അനുഭവങ്ങൾ. അപ്പൊ ഇത്രയൊക്കെയാണ് കേസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇവന്റെ അനുഭവം മറക്കാത്ത അനുഭവം. അപ്പൊ നീ ഒരു ബൈ പറ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ ബൈ. അപ്പോൾ ഇതിന് ശേഷം, അതായത് ഈ വീഡിയോ ചെയ്യുന്നതിന് 2ാമത്തെ ദിവസം ഞാനും ഇവനും കൂടി, ഇവൻ്റെ കുറച്ച് കസിൻസ് ഉണ്ട്, എല്ലാവരുമായിട്ട് രാത്രി തവണ മീറ്റ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്കിനും ചെറിയ രീതിയിൽ അവർ ഇവനന്നുണ്ടായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതുകൂടി ഞാൻ ഈ വീഡിയോയുടെ ബാക്കിലിട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പം അത് കുറച്ചുകൂടിയും കാര്യങ്ങൾ അവരെടുത്ത് പറയുന്നുണ്ട്. അതായത് ഇവൻ അറിയാത്ത പല കാര്യങ്ങളും അവർക്കറിയാം. അതായത് ഇവൻ ഈ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയപ്പം ഇവന് സ്വയം ബോധമില്ലാത്ത കുറച്ച്, അതായത് ഇവൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെ കാര്യങ്ങൾ ഇവനെ കണ്ടവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളതാണ് ഇവരുടെ കുറച്ച് ചേട്ടന്മാർ പറയുന്ന കാര്യങ്ങൾ പലതും അവനും അറിയത്തില്ല. അവനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പം 2ാമത്തെ വീഡിയോയിൽ ഇടുന്നത്. അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് എന്നുള്ള ആ ഒരു വീഡിയോയിലോട്ട് പോകാം. കോലിമുട്ടായി 3ാം ക്ലാസ് പഠിക്കുക. 3ാം ക്ലാസ് പഠിച്ചപ്പോഴത്തേക്കിന് പേരൊന്നും പറയല്ലേ. ഇവന്റെ അമ്മ ആന്റി ആയിട്ട് അയൽക്കൂട്ടത്തിന് പോയിട്ട് കല്ലാച്ചേരി കവർ ചെയ്ത് പോന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കല്ലാച്ചേരി സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ഇവിടെ അല്ല, ഇതിനപ്പുറം ജലസീനുള്ള സ്ഥലമാണ്. ഇപ്പൊ ഇവൻ 3:30 ആയപ്പോഴത്തേക്കിന് ആന്റി ആയിട്ട് തിരിച്ചു പോയിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അയാളോട് പറഞ്ഞ് അവിടെ വന്നിട്ട് ഇവൻ ആരെ അറിയത്തില്ല, ഞങ്ങളെ ആരും അറിയത്തില്ല. ലാസ്റ്റ് തായികട്ട് എന്നെ വിളിച്ചിട്ട് നീയെങ്കിലും വന്നവനെ വിളിക്കാൻ പറഞ്ഞു. നിങ്ങളൊക്കെ ആരാ, എനിക്ക് പോകണം, എന്നെ ആൾക്കാർ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഇവൻ പറഞ്ഞു. ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുവാ. അതായത് ഇവനെ ആരാണ്ട് വിളിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവൻ പോരുവാ. പിന്നെ ഒരു വിധത്തിൽ പിന്നെ ഇവനെ പിടിച്ച് കിടത്താൻ വേണ്ടി അന്നൊക്കെ കുറെ നമ്മളിത് നോക്കി. അന്നത്തെ കാലമല്ലേ. അപ്പൊ എത്ര അന്ന് എനിക്കെത്ര എന്നാ പ്രായമുണ്ട്, ഞാനായിട്ട് 8ലോ 9ലോ പഠിക്കുവോ ആളൊന്നും. അപ്പൊ ഇവനെ പിടിച്ച് കിടത്തിട്ട് ഇവൻ കിടക്കുന്നത് ഭയങ്കര ശക്തിയാണ്. മോളെ നിൽക്കും, അങ്ങനെ ഇങ്ങനെ മോളെ ഓടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ
അവിടെ അവന് ഇവരെ പുള്ളിക്കാരിക്ക് പവർ ഉണ്ട് കേട്ടോ. എടാ ഇവനെ കൊണ്ട് പോയി ഇവനെ നടുക്കത്തെ ഒരു മുടി റോജെ നാളത്തെ മുടി മുറിച്ചിട്ട് അവരെന്തോ കാണിച്ച് അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം പോയി വേറെ കുഴപ്പമൊന്നും പേര് അവിടെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്നെ എടുത്തില്ല ക്യാമറമാൻ റോഹിച്ചൻ വീഡിയോ കൊടുത്തിട്ട് കൂട്ടും. ഞാൻ പറഞ്ഞ സംഭവമില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് അത് നടന്നു കഴിഞ്ഞിട്ട് 3ാം ക്ലാസ്സിൽ പഠിച്ച പയ്യൻ ഇവനാ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എനിക്ക് ഇന്നലെ ആ സംഭവം കഴിഞ്ഞിട്ട് എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇന്നലെ അത് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പല കാര്യത്തിൽ ഒന്നാണ് ഈ പപ്പാവി പറഞ്ഞത്. ഇതുപോലെ എന്നെ കണ്ടേക്കുന്ന ആ സമയത്ത് കണ്ടേക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ അറിയുള്ളൂ. ഇപ്പൊ നീ ഇവിടെ വന്നതുകൊണ്ട് ഈ സാധനം കിട്ടി. ഇവൻ അന്ന് 3ാം ക്ലാസ്സിൽ നിർത്തിയിട്ട് ഞാൻ വരെ വന്ന് ഇടാ സ്കൂളിൽ പോകുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്ത ഇവൻ സ്കൂളിൽ പോകാനാണ് ഏറ്റവും വലിയ മടി. അവൻ സ്കൂളിൽ പോകാനാണ് ഏറ്റവും വലിയ മടി അന്ന് ആ സമയത്ത്. പക്ഷെ അന്ന് അവിടെ പോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പക്ഷെ ഒരു അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് പ്രായം കഴിച്ച് ഒരു 12 വയസ്സ് 13 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഇപ്പം ഒരു കുഴപ്പമില്ല ഒക്കെ. പക്ഷെ അന്നത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല. ഇപ്പൊ നമ്മളൊരു എന്നാ പറയണ്ടേ, വേറെ ഒരു പേടിപ്പിക്കാൻ വേണ്ടി ഒരു പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. പക്ഷെ ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട കാര്യം, അതുകൊണ്ട് ഞാൻ പറഞ്ഞ. അപ്പം ഇങ്ങനെയുള്ള നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 100 മീറ്റർ മാറി അന്നൊക്കെ സ്ഥലം കൊള്ളത്തില്ലായിരുന്നു. ആ സ്ഥലമല്ലേ? ആ സ്ഥലം അവിടെ ഇരുട്ടുണ്ടോ ആ സ്ഥലം ഈ വണ്ടിന്റെ സൈഡാടാ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ വൻ പോസ്റ്റുള്ള സ്ഥലമാണ്. പല ആൾക്കാരും പല തീകോളങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ. പോക്കുവരവ് ഇവിടെ ഈ എറണാട്ടമ്പലൂടെ ഭൂതനാട്ടുകാവിൽ നിന്ന് എറണാട്ടമ്പലത്തിലോട്ട് ഈ കാണാൻ പോകുന്ന വലിയ വീട്ടമ്പലമുണ്ട് ഇതിനപ്പുറം കായല്. അങ്ങോട്ട് ചേർത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ ഇതുവരെ കണ്ടില്ല. പക്ഷെ ഇവിടെ താമസിക്കുന്ന ഒത്തിരി പേര് കഥകളും പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുള്ളവരുണ്ട്. അപ്പൊ അതിന്റെ ബേസിലല്ല ഇവന് വന്നത്. പക്ഷെ ഇവന് ഇവിടെ ഈ ചള്ളായി സ്ഥലം അതിന്റെ കറപ്പിലാണ് ഇവന് വന്നത്. പക്ഷെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. പക്ഷെ അന്നത്തെ സംഭവം ഞാൻ കണ്ടുകൊണ്ട് യശ് ഞാൻ നിന്നോട് പറഞ്ഞതേ ഉള്ളൂ. ചേട്ടായിക്കൊന്നും പറയാനുണ്ട്. പറഞ്ഞോ എല്ലാരും ബ്ലറായിരിക്കും, പേടിക്കണ്ട. പറഞ്ഞു ഇവനും ചെറുതാ, ഞാനും ചെറുതാ. ഞാനും നേരം അവിടെ താമസിക്കുന്ന സമയാ. ഒരു ദിവസം കൊണ്ടല്ലോ ഇവനെ അവിടുന്ന് ഒരു ബാധ കയറിട്ട് നടന്നു പോവാ. ഞാന് നമ്മുടെ ഒരു പെങ്ങളെ ഉണ്ണി 3 പേര് ഇവനെ വിളിക്കാൻ പോവാണ്. അപ്പൊ അപ്പുറത്തെ ആള് താമസിക്കുന്ന വീടിന്റെ അവിടെ ചെന്നപ്പോണ്ടല്ലോടാ, അവൻ ഉണ്ണി വിളിക്കടാ. പിന്നെ ഞാനാ വിളിക്കും, ഇവിടെ വരാൻ ഇവിടെ തിരിഞ്ഞിട്ടോ അന്ന് ആ സമയത്ത് ഇവന് ബാധ കയറിയ സമയത്ത് ഇവന് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശ്ലീല വാക്കുകൾ, അതായത് നല്ല രീതി വിളിക്കുമായിരുന്നു. സത്യമായിട്ടും പറയാം. എന്നിട്ടുണ്ടല്ലോ ഇവനുണ്ടല്ലോ എന്നോട് എന്തോ പറഞ്ഞില്ല. ഞാനാ വിളിക്കുന്നെന്ന് പറഞ്ഞു ഏട്ടേ ഞാൻ വരാനും പറഞ്ഞു എന്റെ കൂടെ നടന്നു. പിന്നെ അവിടെ വന്നു പേര് വിളിച്ചപ്പോ അവൻ വിളിച്ചു, ഞാനാ വിളിക്കുന്നത്. ഇവിടെ വരാൻ പറഞ്ഞപ്പോഴത്തേ അവനെ പോരത്തെ. ഇവിടെ നിൽക്കുന്ന 2 പേർക്ക് അനുഭവം ഞാൻ കണ്ടാ ശരിക്കും കണ്ടിട്ടാണ്. അല്ല ഇതൊക്കെ ആ സംഭവമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതിന്റെ ബാക്കിയാണ് ഇവരൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനോട് ഇന്നലെയും പറഞ്ഞു ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല. ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ പറയുമ്പോഴാണ് ഞാനും ഇതൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ സംഭവം ഇവർ രണ്ടിനും പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ കേട്ടിട്ടില്ല, ഇത് ഇല്ല, ഇവനൊന്നും അറിയത്തില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യത്തിൽ ഉണ്ടല്ലോ, ദൈവമുണ്ട് പിശാചുണ്ട്. കാരണം പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി ആൾക്കാർ കണ്ട് പിന്നെ ഇത് നമ്മുടെ ഇവിടുന്ന് ഒരു അങ്ങാറ്റം 100 മീറ്റർ കാണും അവിടം വരെ കടയാ. ആ കടയുടെ ഓപ്പോസിറ്റ് നമ്മുടെ കേശവൻ ചേട്ടൻ്റെ വീടില്ലടാ, ഉള്ളൊരു കേശവൻ ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീടാണ്. ഇവന്റെ മമ്മി, അതായത് ഇവന്റെ മമ്മി അച്ചാച്ചനും കൂടി പൂരമ്പണേണ് കണ്ടപ്പം, ഇത് ഞാൻ പറഞ്ഞ കറക്റ്റായിട്ടുള്ള കാര്യം, തമാശ അടിച്ചല്ല. പൂരമ്പണേണ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് 2 മണിയായി. ഒരു 2010 എനിക്ക് തോന്നുന്നത് 2 മണിയായി. 2 മണിയാകുമ്പോഴത്തേന് ഇവര് കേട്ടാ കുഞ്ഞ് 2 മണിയാകുമ്പോഴത്തേന് ഇവര് അന്നൊക്കെ നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ പഴയ വഴിയാണ്, അതേ നടന്നു പറഞ്ഞു. അന്നേരപ്പോഴത്തേക്കിന് ഇവര് അന്ന് ബൈക്കാണ്, ആ ബൈക്ക് നിർത്തിയിട്ട് ഇവര് നേരെ നമ്മുടെ വഴിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേന് ഇവര് തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് അവരുടെ സിറ്റ് ഔട്ട് ഒരാൾ ഇരിക്കുന്നത് 2 മണിയായപ്പോൾ. ആ സിറ്റ് ഔട്ട് ഒരാൾ ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവിടുത്തെ പെണ്ണിന്, അവിടുത്തെ ഇളയ പെണ്ണിന് ഇപ്പോഴും മാനസിക
ഏത് വീട്ടില് ഇവിടെ നമ്മുടെ ഇവിടുന്ന് ഒരു 100 മീറ്റർ കൊണ്ട് ഇതെല്ലാം കാണിച്ചു. പുള്ളിക്കാരത്തി ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ മൂടെന്ന് പറഞ്ഞാൽ ആൾക്കാരെയൊക്കെ അറിയാം, പക്ഷെ വേറെ ഒന്നല്ല, ആ പുള്ളിക്കാരത്തെ മിക്ക ദിവസങ്ങളിലും വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതായത് അവരുടെ വീടിരിക്കുന്നത് തൊട്ടപ്പുറം പ്രശാന്ത് എന്ന് പറയുന്ന പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ വീടാണ്. ആ വീടെന്ന് പറഞ്ഞാൽ പണ്ട് ബ്രാഹ്മണന്മാരുടെ അമ്പലമാണ് ആ വീട്. അപ്പൊ അവിടെ പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അങ്ങനെ ഈ സംഭവങ്ങൾ. അപ്പൊ ഈ വരുത്തുവോ കൊള്ളാം. അതുപോലെ തന്നെ ഈ പ്രശാന്ത് എന്ന് പറഞ്ഞ പാർട്ടി നമ്മുടെ മിക്ക ദിവസങ്ങളിലും പണ്ട് കാലങ്ങളിൽ മറ്റേ ഈ ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് 12 മണിയാകുമ്പോൾ സമയത്താണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പുള്ളി അവരുടെ പഴയ പേരുകൾ അവിടെ വന്നുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി 12 മണിയാകുമ്പോൾ വീട്ടിൽ കയറാൻ പറയുന്നത് ഇവരുടെ പറമ്പിൽ ഒരാൾ അതായത് വെള്ളം ഇങ്ങനെ ഒരു ദേഹത്തോട് ഒഴിക്കുന്ന ഒരു സൗണ്ട്. പുള്ളി നോക്കിയപ്പോൾ ആളില്ല, തൊട്ടിക്കാവുന്ന വെള്ളം ഒഴുകുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്തേലും ഫ്ലാഷ് ബാക്ക് ആയിരിക്കാം ഇവന്റെ കേസ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇപ്പൊ പിന്നെ ഞാനിങ്ങനെ ചില ഹിന്ദു ആചാരപ്രകാരം പറയും നമ്മുടെ നാളിന്റെ പ്രശ്നങ്ങളൊക്കെയാണെന്ന് പറയും. പക്ഷെ നമ്മൾ ഹിന്ദു അല്ല, ക്രിസ്ത്യൻ നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇന്നവരെ ഇങ്ങനൊരു സംഭവങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെന്ന് ഞാൻ കണ്ടിട്ടുള്ള ഇവന്റെ കേസ് മാത്രമേ ഉള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പൊ അവനും പറഞ്ഞില്ല. നീ ഒരു കാര്യം ചെയ്യും, വെടി എടുത്തു നിർത്തിക്കോ, വേറെ ഞാൻ പറഞ്ഞില്ലേ, നീ വേണേലേ അമ്മീനെ അച്ഛനെ കൊണ്ടിരിക്കും അയാളെ കാര്യം പറഞ്ഞ കേട്ടോ. അവരോട് ചോദിച്ചു. അപ്പൊ നിനക്ക് ഇതിനൊക്കെ ഞാൻ പറഞ്ഞതിനൊക്കെ കുറച്ച് മനസ്സിലാക്കി വെക്കും. അവരോട് ചോദിച്ചു. ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ അവരെന്നെയും കൊണ്ട് കുറെ നടന്നിട്ടുണ്ട്. ഞാൻ ക്യാമറയുടെ മുമ്പ് ചുമ്മാ പറയുന്നില്ല, അവരോട് അവർക്ക് അറിയാം. കാരണം ഇവനെ അപ്പനെ അമ്മ ആരും അറിയത്തില്ല. അവരെന്നെയും കൊണ്ട് കുറെ എനിക്കറിയാലോ, എനിക്കന്ന് ബോധമുണ്ടല്ലോ, എനിക്കറിയാലോ. 2-2.5 വർഷത്തോളം അച്ഛനും അമ്മയും എന്നെ കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല. എന്നെ കൊണ്ട് എനിക്ക് അത് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഓർമ്മയുള്ളൂ. എനിക്ക് അതിന്റെ ഓർമ്മയുള്ളവരുണ്ടല്ലോ, ഒരു അമ്പലമാണ് തോന്നുന്നു, ഒരു അമ്പലമാണ് എനിക്ക് ഓർമ്മയുള്ളത്. വൈകിട്ട് പറയില്ല അതല്ല, എനിക്കത് ഓർമ്മ. വേറെ കാര്യമുണ്ട്, ഇവനെ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി. നിനക്കത് ഓർമ്മയുണ്ടോ? നീ കൊച്ചമ്മഴ വീട് നടന്നേ പാളത്തെ കൂടെ സത്യമായിട്ടുള്ള കാര്യം. ദൈവസാക്ഷിയോട് ഞാൻ പറയാം, ഇവന്റെ 5-6 വയസ്സിലാ ഇവൻ ഇവിടുന്ന് ബഹളം വെച്ചിട്ട് വൈകിട്ട് ഇവനെ കാണുന്നില്ല. ഞങ്ങളെല്ലാം ഇതിൽ തിരക്കി നടക്കുക. പക്ഷെ അന്ന് പിറ്റേ ദിവസം ഇവൻ അതിരമ്പുഴ ഇവൻ റെയിൽവേ ട്രാക്കിൽ കൂടെ ഇത് മൊത്തം കഴിഞ്ഞു. ഇവിടുന്ന് പോയി ഇവൻ നടന്ന് അതിരമ്പുഴ ചെല്ലണമെങ്കിൽ നീ ആലോചിക്കുക. എന്നിട്ട് ഇവനോട് പിറ്റേ ദിവസം ഇവൻ വീട്ടിൽ ഇവനെ കൊണ്ടുവന്നപ്പോ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞെന്നറിയോ, ഇവൻ റെയിൽവേ ട്രാക്കിൽ കൂടെ ഇവൻ റോഡിൽ കൂടെ വന്നപ്പോഴത്തേക്ക് നീ എന്നാ പറഞ്ഞത്, നിന്റെ ഫ്രണ്ട് ഒരാളുണ്ടായിരുന്നു. അതാ പറഞ്ഞത്. ഇത് സത്യമാണെന്ന കാര്യം കേട്ടോ. നമ്മൾ ഇതിനോട് പറഞ്ഞല്ലോ, അവരോട് പറഞ്ഞു ഇവൻ അതിരമ്പുഴ നടക്കണം. നീ ആലോചിക്കും കോട്ടയം വരെ എങ്ങനെ നടക്കും? വീട്ടിൽ തന്നെ ഇവൻ പറഞ്ഞു പറഞ്ഞ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോയി. ഇവന്റെ മുന്നേ വഴികാട്ടിയായിട്ട് ഒരാളുണ്ടായിരുന്നു. ദിവസമായിട്ട് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടായി. രാത്രിയിൽ ബഹളം ഉണ്ടായി. രാത്രി കടന്നിട്ട് കടപ്പുറക്കുന്നില്ല, ഉറങ്ങാനേ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇത് പറയുന്നുണ്ട്, ബാ നമുക്ക് ഇറങ്ങി നടക്കാം. ഇങ്ങനെ പറയുന്നത്, ബാ ഇറങ്ങി നടക്കാം, നീ വൈകിട്ട് വാ, നമുക്ക് പോയേക്കാം, നീ ഇവിടെ നിൽക്കണ്ട. പണ്ട് ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ഇവിടെ നിൽക്കണ്ട, വൈകിട്ട് വാ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നീ എന്നിട്ട് നടക്കാന്ന് പറഞ്ഞു. നമുക്ക് പോകാം എന്നാ പറഞ്ഞു, നമുക്ക് പോകാമെന്നാ പറയുന്നേ, നമുക്ക് പോകാം, നമുക്ക് ഇവിടുന്ന് വിട്ടേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയതാ. ഇവിടുന്ന് വിളിച്ചോണ്ട് പോയി ഏറ്റുമാനൂർ സെന്റർ ഞാൻ ചെന്ന്. ഏറ്റുമാനൂർ സെന്ററിൽ ചെന്നപ്പോൾ അവിടെ നേരം വിളിച്ചു. രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ആയപ്പോഴത്തേക്ക് ഏറ്റുമാനൂർ നിൽക്കുക. അന്ന് എനിക്ക് നടക്കാൻ മേല, ഞാൻ തളർന്നു. ഏറ്റുമാനൂർ എത്തിയപ്പോഴേക്കും തളർന്നു, നടക്കാൻ എനിക്ക് പറ്റുന്നില്ല. നടന്നു തന്നെ പോയി അവിടെ വരെ. നടന്ന് റെയിൽവേ ട്രാക്കിൽ കൂടെ അല്ലേ ഇവനെ കൊണ്ടുപോടാ. ഭയങ്കര വിഷയമായിരുന്നു അതൊക്കെ. ഇതിങ്ങനെ നടന്നു പോവുക. ഏറ്റുമാനൂർ എത്തിയപ്പോഴേക്കും മേല, ഏറ്റുമാനൂർ നടക്കാനേ പറ്റുന്നില്ല എനിക്ക്. അപ്പൊ എനിക്ക് മനസ്സിലായി വീട്ടിലോട്ട് കയറാം, രാവിലെ അല്ലേ, ഞാൻ വീട്ടിൽ പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കിടന്നു. നേരെ വീട്ടിൽ ചെന്ന് ഞാൻ അപ്പുറത്തും വീട് താക്കോലെടുത്ത്, അന്നേരം കൊച്ചമ്മയൊക്കെ എന്നെ തപ്പി ഇവിടെ വന്നു. രാവിലെ എല്ലാവരും ഞാൻ കാണുന്നത്, എന്നെ കാണാനില്ലുള്ളവരെ എല്ലായിടത്തും പടർന്നു. ഞാൻ പിടിച്ചിട്ടും ആരുമില്ല. ഞാൻ അവിടെ ചെന്ന് താക്കോലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. താക്കോലെടുത്തു, അകത്ത് കയറി ഞാൻ കടന്നു. ഞാൻ കണ്ണു തുറക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാവരും എൻ്റെ ചുറ്റും. വൈകുന്നേരം ഇവരെല്ലാവരും എൻ്റെ ചുറ്റും, അല്ല അവിടെ കസേരയിലും കട്ടിലും എല്ലാം എൻ്റെ ചുറ്റും കട്ടിലിരിക്കും. ഞാൻ കട്ടിലേക്കറി കടന്നാ, രാവിലെ തന്നെ കട്ടിലേക്കറി കടന്നു, അമ്മയില്ല, നേരെ കയറി കടന്നു. വൈകുന്നേരം എനിക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ ചുറ്റിനും ഇരിപ്പുണ്ട്. 1ാം ക്ലാസ് പഠിക്കുമ്പോൾ അല്ല, ഇതൊക്കെ ഈ 2ാം ക്ലാസ് കഴിഞ്ഞുള്ള സംഭവങ്ങളാണ്. 2ാം ക്ലാസ് എനിക്ക് പക്ക എനിക്ക് ഓർമ്മ ഉണ്ടേ. LKG UKG ഞാൻ പഠിച്ച സെന്റ് ജോർജിലാണെന്നും
ഒന്നാം ക്ലാസ് ഞാൻ ജയിച്ച് 2ാം ക്ലാസ് കയറി സെന്റ് ജോർജിലാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചേരുന്ന സംഭവം പിന്നെ സ്കൂളിൽ പോകുന്നില്ലെന്ന് അവർ പറയുന്നത്. ഈ മധുരയടി സംഭവം, സ്കൂളിൽ കിടന്ന് ബഹളം സംഭവം ഇവരൊക്കെ മമ്മിയൊക്കെ പറഞ്ഞറിയുക എനിക്ക്. ഞാൻ ചെയ്തിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ എപ്പോൾ സ്കൂളിൽ പോയി തിരിച്ചു വന്നാലും ഞാൻ പിറ്റേ ദിവസം രാവിലെ എനിക്ക് സ്കൂളിൽ പോയി ഒരുങ്ങുക. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അപ്പൊ ഉറങ്ങി കഴിയുമ്പോൾ സ്കൂളിൽ പോകണം. ഞാൻ സ്കൂളിൽ പോകണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം ഇന്ന് ക്ലാസ് ഇല്ലെന്ന് അവർ പറയുന്നത്. ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇന്ന് ക്ലാസ് ഒന്നും ഇല്ല, ഇന്ന് പോകുന്നില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ സ്കൂളിൽ ഞാൻ പോകുന്നില്ല. 2 വർഷം എനിക്ക് പോയി, ഇങ്ങനെ കുറെ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ ചേരുന്നത് 4ാം ക്ലാസ്സിൽ കാവാലത്ത് പഠിക്കുമ്പോഴാണ്. കാവാലത്ത് പഠിക്കാനാണ് 4ാം ക്ലാസ്സിൽ പോകുന്നത്. അവിടെ തൊട്ട് ഇങ്ങോട്ട് ഞാൻ 10 വരെ പഠിച്ചു. പിന്നെ ഞാൻ പോയിട്ടില്ല, പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഇതിന്റെ സാക്ഷികൾ. ഇതൊക്കെ അല്ല, ഇത് മാത്രമല്ല ഇനിയും ഉണ്ട്. അത് ഈ ഞാൻ ഒരു കാര്യം പറയാം. ആഭിചാരം നടത്തുന്ന ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട്. മനസ്സിലായോ? ഇപ്പം ഇതിന് പറഞ്ഞല്ല. ഇപ്പൊ നീ നാളെ പോയി ഒരു കാര്യം പറഞ്ഞാൽ ഈ ആഭിചാരമുള്ള അമ്പലങ്ങൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അവര് ചെയ്തോളാം. പിന്നെ വേറെ കുഴപ്പമുണ്ട്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പൈസ കൊടുത്ത് ഒരുത്തൻ നശിക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, ആ പൈസ തീർന്നു കഴിയുമ്പോഴത്തേക്കും തിരിച്ചടിക്കും. ഒരു സംശയം. ഇതൊക്കെയാണ് അവന്റെ ഒരു, ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ഇല്ല, അതിന്റെ ബാക്കി പോലെയാണ്. അവന്റെ ഒരു കസിൻ ചേട്ടനാണ്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഇവൻ ചെറുപ്പത്തിൽ ബാക്കി കാര്യങ്ങളൊന്നും ഇവന് ഓർമ്മയില്ല. അപ്പം പുള്ളിക്ക് അറിയാവുന്ന ഒരു സംഭവമാണ് പറഞ്ഞത്. അവർ 2 ചേട്ടന്മാരും അവർ ബന്ധുക്കളാണ്. അപ്പം അവർക്ക് 2 പേർക്കും ഇവന്റെ ചെറുപ്പത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവൻ പറയാ എന്റെ വീട്ടിലെ പേരൻസിനോട് ചോദിക്കണം, അച്ഛനും അമ്മയോടും ചോദിക്കണമെന്ന്. അപ്പൊ ഇതേ രീതിയിൽ കൂടുതൽ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. 2 വർഷം ഇവന് ഈ ഒരു പ്രശ്നം കാരണം പെട്ടുപോയിട്ടുണ്ട്. അപ്പം അത് കൂടുതൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അവന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അത് അവന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതിപ്പോ ഇങ്ങനൊരു സംഭവം ഉള്ളത് നമുക്കറിയണം. അത് ഇങ്ങനൊരു സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിയണം. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്. ഇതുപോലെ അനുഭവങ്ങളുള്ള കുറെ ആളുകൾ കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ആർക്കും ഇതുപോലത്തെ അനുഭവങ്ങളോ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾ എനിക്ക് അടുത്തുള്ള ഏരിയ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളായിട്ട് ഈ ഒരു കണ്ടന്റ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതായത് ഇങ്ങനെ സംഭവം ഉള്ളത് അത് അറിയണം. അപ്പൊ ഇപ്പോഴത്തെ കാലത്തും ഞാൻ ഇത് ഇങ്ങനെ ഉണ്ടെന്ന് അടിച്ചേൽപ്പിക്കുകയല്ല, പക്ഷെ ഇങ്ങനത്തെ സംഭവങ്ങളും ഉണ്ട്, നടക്കുന്നുണ്ട്. പലർക്കും പല രീതിയിലായിരിക്കും. സയൻസ് പരമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്, അല്ലാതെ ആത്മീയപരമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ, ഇപ്പം ഞാൻ കോട്ടയത്താണുള്ളത്, കോട്ടയത്ത് അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വന്ന് ചെയ്യാം. ദൂരെയാണെങ്കിൽ നമുക്ക് സമയം പോലെ ഒന്ന് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യാണ്. ഇതിപ്പോൾ എത്ര പാർട്ട് വന്നിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല. അപ്പം എന്നാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.